ഇവിടെ പോയി വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വേഗം വേഗം വാ. 6 പേരുള്ള 6 പേരിൽ ആർക്കാണ് ഇന്നത്തെ ചായ കുടിയൊക്കെ കിട്ടുന്നതെന്ന് നോക്കാം. വേഗം വാ. റേഷൻ കാർഡ് തരാം. റേഷൻ കാർഡ് എല്ലാ റേഷൻ കാർഡും ഉണ്ട്. ഇതിനകത്തൊന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് വേഗം പാടാ. ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം വിജയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആരാണ് ഇന്നത്തെ നമ്മുടെ വിന്നർ? ആരാണ് ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യവതി? അടിച്ചു കയറി വാ. വേഗം നാട്ടാ. സമയമില്ല. ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് അവളെ കൊണ്ട് എടുപ്പിക്കുന്ന വരുന്നു, എടുക്കുന്നു, പ്രൈസ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ചായ കുടി. कट करने का टाइम है ना, इसमें ये आते हैं ना, ये ज़्यादा आते हैं कभी पार्सल आ रहा है. हाँ എടുക്കുന്നത് പാർസൽ है. हाँ पार्सल आसिफ शुक्र മോനെ ഐഷ. എന്തോ സംഭവം വല്ലപ്പോഴും റീലൊക്കെ എടുത്ത് വെച്ച് നോക്കണം. ഗിവ് അവേ കൊടുത്തായിരുന്നു. ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ അറിയണ്ടേ എന്താ സംഭവം. ഇപ്പം വന്നിട്ട് ചോദിക്കുന്നത് എന്താ സംഭവം. ഇതാണ് ഉത്തരവാദിത്വം എല്ലാവർക്കും. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ 6 പേരെ ആൻസർ പറഞ്ഞ 6 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 6 പേരിൽ ആരാണ് ആ ഭാഗ്യവാൻ, ആരാണ് ആ ഭാഗ്യവതി? ചെറിയ പ്രൈസിൽ നിന്ന് തുടങ്ങുന്ന കേട്ടോ. സ്റ്റാർട്ടിങ് ഒരു 100 മേളിലോട്ട്. ഒരു വെളിയിൽ പോയി ഒരു ചായ കുടിക്കാം, അതേ ഉള്ളൂ. ചിലപ്പം പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 100, 200, 300, 400, 500 അതൊക്കെ ഓരോരോ ഇതിൽ കൊടുക്കും. പറയിക്കും എന്താ ചാടയെന്ന്. ഞാനെന്ത് ചാട കാണിച്ച് അല്ല. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആൻസർ പറയുന്നവർക്ക് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും നമ്മൾ ചെറിയൊരു ഗിവ് പോലെ എല്ലാവരും നടത്തുന്നതൊക്കെ വലിയ ഗിവ് ഒന്നുമില്ല, ചെറുത്. ഇതേ നെസറേ നമ്മുടെ ബാസി ചേട്ടൻ്റെ കടയിൽ പോകാനുള്ളൊരു ചെറിയ ഗിവ് വേ അതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. വലുതാണെന്ന് ഉദ്ദേശിക്കുന്നൊന്നുമില്ല. ഗിവ് ആണ്. ഗിവ് ഒക്കെ കഴിഞ്ഞടാ. ആളെ തിരഞ്ഞെടുക്കാൻ പോവാ. ഗിവയുടെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും നമ്മുടെ വല്ലപ്പോഴെങ്കിലും നമ്മുടെ ഇതിനകത്ത് കയറണം. നമ്മളെ അക്കൗണ്ടിൽ കയറിയിട്ട് വല്ലപ്പോഴൊക്കെ നമ്മുടെ റീലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കണം. അപ്പോൾ അതിനകത്ത് വല്ലതും കാണും. ഇപ്പം ഇനി അടുത്ത് വരാൻ പോകുന്നത് ഇച്ചിരി വലിയ ഗിവ് ആയിരിക്കും വരാൻ പോകുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ആളെ തിരഞ്ഞെടുക്കാം. ഇത്രയും പേര് മതി. 4 അല്ലെങ്കിൽ 4 പേര് കാണുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ 6 പേരുടെ ഒരാൾക്കാരെ പോയി കാണിച്ചിട്ട് ഇട്ടാലോ. 6 പേരേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കൂടുതലൊന്നും ആൾക്കാരൊന്നും ഇതിനകത്ത് ഇടുന്നില്ല. 1, 2, 3, 4, 5, 6. ഇതാണ് നമ്മുടെ സൂപ്പർ. പോടാ എന്ന് പിന്നെ നമ്മൾക്ക് നമ്മളിവിടുത്തെ മാനേജറിനെ കൊണ്ട് എടുപ്പിക്കാം. മാനേജർ വിശാഖ മാനേജറിനെ കൊണ്ടാണ് നമ്മളിത് നറുക്കെടുപ്പിക്കാൻ പോകുന്നത്. ഓക്കെ. നമ്മുടെ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മാനേജറാണ്. മാനേജർ കം അർബാബ് ബോസ്. അർബാബ് മാനേജർ പ്ലീസ് കം ദ സ്റ്റേജ്. പിന്നെ ഞാനാണ് വിന്നർ. നീയല്ലടാ വിന്നർ. നീ തന്നെ ഉള്ള ഇതിനകത്ത്. വേറെ ആരും ഇല്ലല്ലോ. സഫറിന് ആരും കാണുന്നില്ലല്ലോ. സഫർ ലൈവിൽ വരുന്നെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് തിരഞ്ഞെടുത്തവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലൈവിൽ വരാൻ വേണ്ടിയിട്ട്. ആരും കാണുന്നില്ല. അല്ല വിന്നറിനെ അല്ല വിളിച്ചിരിക്കുന്നത്. അതിനകത്ത് പങ്കെടുത്തവരൊക്കെ ലൈവിൽ വന്നോളാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്തരാജ് कार्ड पेमेंट मार के जल्दी आ जाओ. सुल्फी हाय बिजी ആണ്.
ബിസിയാണ് മോനെ. ആ ഓക്കെ, കുഴപ്പമില്ല നിനക്ക് കിട്ടിയാ കിട്ടി. എടാ ഞാൻ നിന്നെ വിളിച്ച കാര്യം എന്താണെന്ന് അറിയാവാ? ഫീറിക്കാ സുഖമാണ്, അൽഹംദുലില്ലാ സുഖമായിട്ട് പോകുന്നടാ. പിന്നെ ഒരുപാട് പിന്നെ ഗിവൊക്കെയകത്ത് പങ്കെടുക്കുന്നതല്ലേ മോനെ, നീ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഇതിനകത്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരുന്നു. കിട്ടുന്നെങ്കിൽ ഒരു ചായ കൂടിയല്ലേ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. നടക്കട്ടെ നീ ഓടിക്കോ. ഇപ്പം എടുക്കും. ഇപ്പം നമ്മുടെ മാനേജർ ഇപ്പം അപ്പുറത്ത് കാർഡ് അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഫുഡ് കഴിച്ചില്ലടാ മോനെ, ഫുഡ് സമയമായിട്ടില്ല. സുൽഫി അതാ ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടില്ല. സമയം എത്രയായി? 7:30 കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. ആ അത് എത്രേ ഉള്ളൂ, കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. അല്ല പകുതി കറുത്തു പോയല്ലോ, പകുതി വെളുത്തും വന്നല്ലോ. എന്ത് പറ്റി? ആ അങ്ങനെ കിട്ടാ. അല്ല ഇപ്പം എന്ത് പറയുന്നത്? ആ വന്ന റെഡിയായ സെറ്റായില്ല. എടാ നിന്നെ മനസ്സിലായില്ലെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പറയടാ സുൽഫി. ഹേയ് ആ എന്തല്ല വിശാഖ 1 मिनट अंदर ആജോ. ഏടാ നമ്മള് ആളെ വിന്നറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവാ കേട്ടാ. ഇത് നമ്മളെ ബോസ്. क्या कर रहे हैं अभी देखते हैं क्या है उधर? क्या हो रहा है उधर? हाँ उधर कुछ भी नहीं है. अब क्या करता है? कितना ये 6 है ना? 6 है ना? हाँ. ओके, इसमें एक हाँ. तुम्हारा क्या बोलते हैं इज्जत में पकड़ो. അപ്പൊ അതെ എല്ലാരും കണ്ടോ കേട്ടോ. നമ്മുടെ വിന്നറിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. कोई भी एक दे दो, मेरे को दे दो हाथ में. किसका क्या बैट लगा होगा ना? बैट लगा है? नहीं. ഓക്കെ ആ ഓക്കെ. അപ്പൊ വിന്നർ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. വിന്നർ ആരാന്ന് ഇപ്പൊ പറയാം. ഞാൻ बोलो ഭീമ മിഥിലാജ്. കാണാവോ ഭീമ മിഥിലാജ്. ആളെ തപ്പിപ്പിടിക്കണം. ഫസ്റ്റ് പ്രൈസ് ഭീമ മിഥിലാജ്. അപ്പൊ ആ വിന്നറിനെ നമ്മൾ ഇതാക്കിയാണ്. സഫറിൽ നിന്നും ഭാഗ്യമില്ല. സഫർ നമുക്ക് നെക്സ്റ്റ് ടൈം ബെറ്റർ ലക്ക്. ओके बाद में बोलेगा. तुम अभी जाओ काम करो साला. तुम्हारा काम खलास हो गया जाओ. क्या ഞാൻ മനീഷാന്റെ നീയായിരുന്നോടാ പഹയ. ഞാൻ മനീഷ വായിച്ച. എടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിന്നർ ഭീമ മിഥിലാജ്. അപ്പം ഭീമ മിഥിലാജ് ഇതിലും വലുത് കിട്ടാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഇതിലും വലുത് നിനക്ക് കിട്ടാനുണ്ടാവും. അതായിരിക്കും ചിലപ്പോൾ നിന്റെ ഭാഗ്യം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിന്നറിന് നമുക്ക് മെസ്സേജ് അയച്ചിടാം. ഓക്കെ ഗൗരി ഹായ്. ഇതല്ലോ ബാക്കി എന്ത് പറയാനാടാ, ഭാഗ്യമില്ലല്ലോ ഏടാ മക്കളെ. യോഗമില്ല മണിയെ പായങ്ങ് മടക്കിയേക്ക് എന്ന് പറഞ്ഞ അവസ്ഥയല്ല. പറ സെറ്റാകൂടാ അല്ലെങ്കിൽ നാളാ. പിന്നെന്താ പറയുന്നത്. അപ്പോൾ നമ്മുടെ വിന്നറിനെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻ ഭീമ മിഥിലാജ്, കൺഗ്രാജുലേഷൻ. ഓക്കെ